കൊച്ചി നഗരത്തിലെ ജ്യൂസ് കടയിൽ യുവാക്കളുടെ അതിക്രമം എന്തിനാണോ എന്തോ കത്തി കാണിച്ച് കടയുടമയെ ഭീഷണിപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. കടയിലെ സാധനങ്ങൾ പ്രതികൾ തകർത്തു. ആലപ്പുഴ സ്വദേശികളായ സച്ചിൻ, ബിച്ചു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണൂ. ജ്യൂസ് കടയിലേക്ക് വരുന്നു, കത്തി കാണിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട്, ജ്യൂസ് കടയിലെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നശിപ്പിക്കുന്നു. സച്ചിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് ബിച്ചു, ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിച്ചു എന്ന് പേരിടുമായിരുന്നു. സച്ചിനും ബിച്ചു. കത്തിയെടുത്ത് കുത്തുന്നു നോക്കൂ. ഏതോ ലഹരി സാധനങ്ങൾ, മുന്തി എന്തോ സാധനം അടിച്ചിട്ടാണ്. അവിടെ ഇരുന്ന പാവം മനുഷ്യര് അവരുടെ മേശപ്പുറത്ത് ചവിട്ടി അത് പൊട്ടിച്ച് താഴെയിട്ടു. പക്ഷെ കത്തിയൊക്കെ കാട്ടിയിട്ടും ആൾക്കാരും വലുതായിട്ട് ഭയക്കുന്നതായിട്ട് ആ ദൃശ്യങ്ങളിലില്ല. കത്തി കാട്ടി അവിടെ ഭീഷണിപ്പെടുത്തൽ നടത്തുന്നു. ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ടേബിൾ ചവിട്ടി താഴെയിടുന്നു. വിറപ്പിക്കുകയാണ്, കത്തി കാണിച്ച് വിറപ്പിക്കുന്നു സച്ചിൻ. ഇത്ര നല്ല പേരല്ലേ. എന്നിട്ട് ആ മേശ ഒരു കുത്തുന്നു. അതിനുശേഷം അവിടെ ജ്യൂസോ മറ്റോ കുടിക്കാനിരുന്ന രണ്ടുപേരുടെ മുമ്പിലുള്ള ഒരു മേശ ഇപ്പം കണ്ടോണം, ചവിട്ടി അങ്ങ് പൊട്ടിക്കും. അവിടെ നിന്ന് പപ്സോ കേക്കോ എന്തോ. പപ്സിനോട് ഇത്ര വൈരാഗ്യം വരാൻ കാരണം ഒരു ചവിട്ടിന് ആ മേശ അങ്ങ് തള്ളി താഴെയിട്ടു. പക്ഷെ കൗതുകകരമായ കാര്യം, ആ മേശ തള്ളി താഴെയിട്ടിട്ടും ആ മേശയുടെ പുറത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് വളരെ കൂളായിട്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ് ഈ എപ്പിസോഡിലെ ഹീറോ. ഒരു ഭയവും പുള്ളിക്കുണ്ടായില്ല. അവിടെ അത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി കൂളായിട്ടിരിക്കുകയാണ്. സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ അല്പമൊന്നും വരുള്ളൂല്ലോ കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ. പക്ഷെ അവിടെ ഇരുന്ന ആ ചെറുപ്പക്കാര് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഈ പരാക്രമങ്ങളൊക്കെ സച്ചിനും ബിച്ചുവും കൂടി കാണിച്ചതിന് ശേഷം എന്തൊക്കെയോ പറയുന്നുണ്ട്. പബ്സിൽ ചവിട്ടുന്നുണ്ട്, പബ്സിൽ കത്തിയിട്ട് കുത്തുന്നുണ്ട്. അതിനുശേഷം ഇതാ പോയി ഒരു ചവിട്ട് കൊടുക്കും, അത് തള്ളി താഴെയിട്ടു. ചെറുപ്പക്കാരൻ കൂളായിട്ട് ആ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ വെച്ച് കൂൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്ത്? എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഈ സച്ചിനും ബിച്ചു ആരാണ് ഈ കക്ഷികൾ? ഈ സച്ചിൻ പഴയ ഏതോ ഒരു ബോംബേറ് കേസിലെ പ്രതിയാണെന്ന് കേൾക്കുന്നു. ശരൺ, അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് സച്ചിൻ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സച്ചിനും സുഹൃത്തായ ബിച്ചുവും കൂടിയാണ് ഈ വളഞ്ഞമ്പലത്തെ കടയിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച വൈകിട്ട് നല്ല തിരക്കുള്ള സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ രണ്ടുപേരും ആ ജ്യൂസ് കടയിലേക്ക് എത്തുന്നത്, ജ്യൂസ് കുടിക്കാൻ എന്ന രീതിയിൽ അവിടെ ഇരിക്കുന്നത്. ഇതിനു മുൻപും കടക്കാരനോട് സംസാരിച്ചപ്പോൾ ഇയാൾ പറയുന്നത് ഇതിനു മുൻപും ഈ രണ്ടുപേരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് സംശയമൊന്നും തന്നെ തുടക്കത്തിൽ തോന്നിയിരുന്നില്ല. അതിന് പിന്നാലെ പെട്ടെന്ന് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഈ സച്ചിൻ കത്തിയും എടുത്ത് മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു. അതായത് കടയിൽ ഈ കടയുടമയെ ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം അത് കടയിൽ കുത്തുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവിടെ ജ്യൂസ് കുടിക്കാൻ എത്തിയ ആള് ഇരുന്ന ടേബിൾ ചവിട്ടി തള്ളിയിടുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം അരമണിക്കൂറോളം വലിയ അഴിഞ്ഞാട്ടമാണ് ഈ രണ്ട് യുവാക്കളും നടത്തിയെന്നുള്ളതാണ് പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലാണിപ്പോൾ ഈ സച്ചിനെയും ബിച്ചുവിനെയും സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സച്ചിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെ ബോംബേർ കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള പ്രതിയാണെന്നുള്ളതാണ്. ഇയാൾ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. എന്തായാലും ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നതെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമീപത്തെ കടയിൽ, അതായത് ഈ കടയിൽ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് സമീപത്തെ ഒരു കടയിലേക്ക് കൂടി ഈ രണ്ടു പേരും കയറിയിരുന്നു. അതിനുശേഷം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു കടയുടമ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ കടയിലും പണം തട്ടാനുള്ള ശ്രമമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായെന്നൊരു സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. ശരി, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് സച്ചിൻ എന്ന് പറയുന്ന ഒരാൾ കാപ്പ കേസിലെങ്ങാണ്ടുള്ള ആളാണ്. അയാൾ വന്ന് ഒരു ജ്യൂസ് കടയിൽ കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ കത്തി കാണിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ചാൽ കത്തി കാണിച്ചു, ആരും ഭയപ്പെട്ടതൊന്നുമില്ല, അവിടെ കൂളായിട്ട് ഇരിപ്പുണ്ട് മനുഷ്യർ. എന്നാലും ഒരു ഗുണ്ടയെ ഇങ്ങനെ അപമാനിക്കാവോ എന്നുള്ളതായിരിക്കും അയാൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചോദിക്കും.